13-ാം നൂറ്റാണ്ടിൽ നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇന്ത്യയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി ഇത് പരിഗണിക്കപ്പെടുന്നു. 14 കുതിരകൾ വലിക്കുന്ന മനോഹരമായ ഒരു രഥത്തിന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. 12 അടി വ്യാസമുള്ള 7 കുതിരകൾ വലിക്കുന്ന മനോഹരമായ കൊത്തുപണികളുള്ള 24 ശിലാചക്രങ്ങളുണ്ട് ഈ രഥത്തിന്. രഥത്തിന്റെ ഓരോ വശത്തുമുള്ള 12 ചക്രങ്ങൾ വെറും രഥചക്രങ്ങളല്ല. ഈ ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴൽ നോക്കി നമുക്ക് സമയം കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നു. എല്ലാ ചക്രങ്ങളും ഇപ്രകാരമുള്ള സൂര്യഘടികാരങ്ങളാണ്. ഭാരതീയ ശില്പകലയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ എന്നിവയെ കാണാൻ പറ്റും. പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായി അടിഭാഗത്ത് 2000-ഓളം ആനകളുടെ ശില്പങ്ങളുണ്ട്. വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകൾ ഇവിടെ ശില്പങ്ങളായി കാണാം. അംഗലാവണ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത്.